അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിനായി ലോകം കാത്തിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് ഭാരതത്തിനായുള്ള യാത്രയിൽ അയോധ്യ വലിയ ഊർജ്ജമാണ്. ജനുവരി 22-നായി ലോകം കാത്തിരിക്കുന്നുവെന്നും പ്രാണപ്രതിഷ്ഠാ ദിനം വീടുകളിലും ആഘോഷിക്കണമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. റാംപത്തിലെ റോഡ് ഷോയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളവും രാജ്യത്തിന് സമർപ്പിച്ചു. कि आप 22 जनवरी को जब अयोध्या में प्रभु राम विराजमान हो, अपने घरों में भी श्री राम ज्योति जलाएं, दीपावली मनाएं। 22 जनवरी की शाम पूरे हिंदुस्तान में जगमग जगमग होनी चाहिए। लेकिन साथ ही मेरे सभी देशवासियों से एक करबद्ध प्रार्थना और भी है। हर किसी की इच्छा है कि 22 जनवरी को होने वाले आयोजन का साक्षी बनने के लिए वो स्वयं अयोध्या आए। ജിഷ്ണു കൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ജിഷ്ണു, പ്രാണപ്രതിഷ്ഠാ ദിനം എല്ലാ വീടുകളിലും രാമജ്യോതി തെളിയിക്കണമെന്ന ആഹ്വാനവും പ്രധാനമന്ത്രി നടത്തിയിട്ടുണ്ട്. ജനുവരി 22 ചരിത്ര ദിനമായി മാറുമെന്നും പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം അയോധ്യയിലെത്തിയ നരേന്ദ്രമോദി 15,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ദിവസങ്ങൾക്ക് മുൻപാണ് അയോധ്യയുടെ മണ്ണിൽ നിന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഴുവൻ ഭാരതത്തെയും അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ വളരെ കൃത്യമായി ഭാരതത്തിന്റെ, അയോധ്യയുടേത് മാത്രമല്ല ഭാരതത്തിന്റെ മുൻപോട്ടുള്ള യാത്ര എത്തരത്തിലായിരിക്കും എന്ന് വളരെ കൃത്യമായ മാർഗനിർദ്ദേശം നൽകുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. പൈതൃക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയായിരിക്കും അമൃതകാലത്തിൽ ഭാരതത്തിന്റെ വികസന കുതിപ്പെന്ന് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുള്ളത്. തീർത്ഥാടന കേന്ദ്രങ്ങൾ മനോഹരമാക്കുന്നത് പോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ലോകം കീഴടക്കാനും വികസന നേട്ടങ്ങൾ കൈവരിക്കാനും ഭാരതത്തിന് സാധിക്കും എന്നുള്ളത് പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. രാമക്ഷേത്രത്തോടൊപ്പം അയോധ്യയും മാറുകയാണ്. വികസനം ഇവിടുത്തെ ജനങ്ങൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരുടെ ജീവിത നിലവാരം ഉയർത്തും എന്നുള്ളതും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പിന്നെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് താനും വലിയ ഉത്സാഹത്തിലാണ്. അതുപോലെ മുഴുവൻ ലോകവും ജനുവരി 22-ന് രാംലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്കായി കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അറിയാം, എല്ലാ രാമഭക്തർക്കും അന്ന് ജനുവരി 22-ന് അയോധ്യയുടെ മണ്ണിൽ നിൽക്കാൻ ആഗ്രഹമുണ്ടാകുമെന്നാൽ ജനുവരി 23-ന് ശേഷം തീർത്ഥാടകർക്ക് അയോധ്യയിലേക്ക് എത്താം. ജനുവരി 22-ന് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ 140 കോടി ജനങ്ങളും അവരുടെ വീടുകളിൽ ശ്രീരാമജ്യോതി തെളിയിച്ചുകൊണ്ട് ആഘോഷിക്കണമെന്ന ആഹ്വാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. ഇന്ന് രാംലല്ലയ്ക്ക് മാത്രമല്ല രാജ്യത്തെ 4 കോടി പാവപ്പെട്ടവർക്കും വീട് നൽകിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ച അദ്ദേഹം ഒരു രാജ്യത്തിന്റെ വികസന നേട്ടത്തിന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് ആ രാജ്യത്തിന്റെ പൈതൃക മൂല്യങ്ങൾ മുറുകെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന കാര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വികസന നേട്ടങ്ങളോടുകൂടി രാജ്യത്തിന്റെ ഭൂപടത്തിൽ ആധുനിക അയോധ്യയെ അടയാളപ്പെടുത്തുമെന്ന പ്രഖ്യാപനം കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പഴനി കാവടി യാത്ര, ശബരിമല തീർത്ഥാടനമൊപ്പം കേരളത്തിലെ നാലമ്പല യാത്രയും തുടങ്ങി സാംസ്കാരിക മൂല്യങ്ങൾ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ പുണ്യഭൂമികളെ സംബന്ധിച്ചും അദ്ദേഹം വളരെ കൃത്യമായി എടുത്തു പറയുകയുണ്ടായി. ഇന്ന് അയോധ്യയിൽ അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ, മഹർഷി വാൽമീകി വിമാനത്താവളവും ഒപ്പം നിരവധി വികസന പദ്ധതികളുടെയും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് അയോധ്യ നൽകിയത്. 10,000-കണക്കിന് ജനങ്ങൾ അയോധ്യയിൽ രാംപത്തിന്റെ ഇരുവശങ്ങളിലും അണിനിരന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കരഘോഷങ്ങളോടുകൂടി സ്വീകരിച്ചു. അദ്ദേഹം വലിയ റോഡ് ഷോ അവിടെ നടത്തുകയുണ്ടായി. പിന്നീടാണ് ഇത്തരത്തിൽ റെയിൽവേ സ്റ്റേഷന്റെയും വിമാനത്താവളത്തിന്റെയും വികസന പദ്ധതികളുടെയും ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചത്. തുടർന്ന് പൊതു ചടങ്ങിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയോധ്യയുടെ മണ്ണിൽ നിന്ന് ഭാരതത്തിന്റെ യാത്ര. അമൃതകാലത്തിൽ പൈതൃക മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടായിരിക്കും അമൃതകാലത്തിലെ ഭാരതത്തിന്റെ വികസന കുതിപ്പെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. വിഷ്ണു. ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. വികസിത് ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് അയോധ്യ എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ജനുവരി 22-ന് അയോധ്യ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ എല്ലാ വീടുകളിലും രാമജ്യോതി തെളിയിക്കണമെന്ന ആഹ്വാനവും പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തിട്ടുണ്ട്.